അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ പ്രതിയുടെ ബസ് കോടതി ജപ്തി ചെയ്തു. സ്റ്റേജ് ആർട്ടിസ്റ്റും നടനും ഗാനമേള ട്രൂപ്പ് കോതമംഗലം കലാഗ്രഹം ഡയറക്ടറുമായ എറണാകുളം നെല്ലിമറ്റം കാക്കനാട് വീട്ടിൽ കലാഭവൻ സോബി ജോർജിന്റെ ബസ്സാണ് കോതമംഗലം കോടതി ജപ്തി ചെയ്തത്. ജപ്തി നടപടികൾക്കായി എത്തിയ കോടതി ജീവനക്കാരെ ഇയാൾ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2013 അമേരിക്കയിലെ സൂപ്പർ മാർക്കറ്റിൽ മകന് ജോലി വാഗ്ദാനം ചെയ്ത് കൂനമാവ് സ്വദേശിയായ TV സെബാസ്റ്റ്യന്റെ കയ്യിൽ നിന്ന് 2.5 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. 2018 എറണാകുളം മുനിസിപ്പൽ കോടതി പ്രതിയിൽ നിന്ന് 2.80 ലക്ഷം രൂപ ഈടാക്കി സെബാസ്റ്റ്യന് നൽകാൻ ഉത്തരവിട്ടിരുന്നു. എന്നാൽ പ്രതിയുടെ നിസ്സഹകരണം മൂലം ഇത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. വീണ്ടും നിയമപോരാട്ടം നടത്തി 2025 സെപ്റ്റംബറിലാണ് ബസ് ജപ്തി ചെയ്ത് നഷ്ടപരിഹാര തുകയും പലിശയുമടക്കം 5,51,274 രൂപ ഈടാക്കാൻ എറണാകുളം മുനിസിപ്പൽ കോടതി ഉത്തരവിട്ടത്. ബസ് കിടക്കുന്നത് കോതമംഗലമായതിനാൽ കേസ് കോതമംഗലം കോടതിയിലേക്ക് മാറ്റി. ജപ്തി നടപടികൾ പൂർത്തിയാക്കാൻ മുൻസിഫ് മജിസ്ട്രേറ്റ് MA ഗണേഷ് കുമാറാണ് ഉത്തരവിട്ടത്. ചൊവ്വാഴ്ചയാണ് ജപ്തി നടപടികൾക്കായി കോടതി ജീവനക്കാരും പോലീസും RTO ഉദ്യോഗസ്ഥരും എത്തിയത്. എന്നാൽ ജപ്തി ചെയ്യേണ്ട ബസ് ഉൾപ്പെടെ അവിടെയുണ്ടായിരുന്ന 5 ബസ്സുകളുടെയും ടയറുകളെല്ലാം ഊരിമാറ്റിയ ശേഷം ഗേറ്റ് പൂട്ടി സോബി ജോർജ് സ്ഥലം വിടുകയും ചെയ്തു. ഇതോടെ വീണ്ടും കോടതിയിൽ നിന്നും പൂട്ട് പൊളിച്ചു കയറി ജപ്തി നടപടികൾ പൂർത്തിയാക്കാൻ ഉത്തരവ് നൽകി. ടയർ ഇല്ലാത്തതിനാൽ 2 ക്രെയിനുകൾ എത്തിച്ചു. ബസിന്റെ പിന്നിലേക്ക് 2 ടയറുകൾ പുറമേ നിന്ന് എത്തിച്ച് ഘടിപ്പിച്ച ശേഷം ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. 2014 മണി സ്യൂട്ട് ഫയൽ ചെയ്തത് കൊണ്ടാണ് സോബി ജോർജ് തട്ടിയെടുത്ത പണം തിരികെ ലഭിക്കാൻ ജപ്തി നടപടിയിലേക്ക് പോകാൻ കഴിഞ്ഞതെന്ന് അഡ്വക്കേറ്റ് സിസ്റ്റർ മേരി ട്രേസ പറഞ്ഞു. 2 തവണ അനുകൂല വിധി ലഭിച്ചെങ്കിലും പ്രതിയുടെ സ്വത്ത് വിവരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് പ്രതിയുടെ വീടും സ്ഥലവും അമ്മയുടെ പേരിലേക്ക് മുൻകൂട്ടി തന്നെ മാറ്റിയതായി കണ്ടെത്തിയത്. ഇതോടെ വാഹനങ്ങളുടെ വിവരങ്ങൾ RT ഓഫീസിൽ നിന്നും എടുത്തപ്പോൾ ബസ്സുകളും കാറുകളുമായി 15ഓളം വാഹനങ്ങൾ പ്രതിയുടെ പേരിലുണ്ടെന്ന് കണ്ടെത്തി. അങ്ങനെയാണ് 32 ലക്ഷം രൂപ വിലയുള്ള ബസ് ജപ്തി ചെയ്യാൻ തീരുമാനിച്ചത്. ആദ്യം ബസ് ജപ്തി ചെയ്യാനെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്ന വാഹനങ്ങളുടെ എല്ലാം രജിസ്ട്രേഷൻ നമ്പർ ഇളക്കി മാറ്റിയിരുന്നു. പിന്നീട് മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായത്തോടെ ചേസ് നമ്പർ കണ്ടെത്തിയാണ് ജപ്തി നടപടികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ജപ്തി നടപടികൾക്കായി വലിയൊരു തുക തന്നെ അഡ്വക്കേറ്റ് സിസ്റ്റർ മേരി ട്രീസയ്ക്ക് ചെലവായി. കാരണം പരാതിക്കാരന് ആ തുക മുടക്കാനുള്ള കഴിവില്ലായിരുന്നു. ഈ ചിലവുകളും ചേർത്ത് അടുത്തയാഴ്ച ബസ് ലേലത്തിൽ വിൽക്കാനാണ് തീരുമാനം. സീനിയർ അഡ്വക്കേറ്റ് PF റോസ്നിയും അതുപോലെ നിയമ പോരാട്ടത്തിൽ അഡ്വക്കേറ്റ് സിസ്റ്റർ മേരി ട്രീസയ്ക്ക് പിന്തുണയുമായി ഉണ്ടായിരുന്നു.